അങ്ങനെ വീക്കെൻഡായി. ഒന്നും നോക്കിയില്ല, ബിരിയാണി തന്നെ ആകാമെന്ന് കരുതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് മാറ്റി വെച്ചു. അടുത്തത് നമുക്ക് ഒണിയൻ വറുക്കാം. എണ്ണ ഒഴിച്ചു. തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് നമുക്ക് ഒണിയൻ ഇടാം. അത് അവിടെ കിടന്ന് മൊരിയുന്ന ഗ്യാപ്പിൽ ഞാൻ പോയി മല്ലിയിലയും പുതിനയിലയും പറിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടി. പിന്നെ നമുക്ക് വേണ്ടത് 5 തക്കാളിയാണ്. പിന്നെ ചിക്കൻ 1 കിലോ ആണ് ഞാൻ എടുത്തത്. വെറും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് മാരിനേറ്റ് ചെയ്തൊരു 1/2 hour വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അത് മാറ്റി വെച്ചു. ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റിലേക്ക് തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ വാട്ടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒണിയൻ കൈ കൊണ്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കനും മല്ലിയിലയും പുതിനയിലയും ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും 2 സ്പൂൺ തൈരും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ഒരു കൈപ്പിടി ആട്ടോ ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ലെമൺ എല്ലാം കൂടെ ചേർത്ത് വേവിച്ച് നമ്മുടെ റൈസ് അതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്ത് ഈ കാണുന്ന ഡെക്കറേഷനൊക്കെ ചെയ്ത് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്ത് ആ ഗീയും കൂടെ അതിൻ്റെ മേലിൽ ഒഴിച്ച് മൂടി വെച്ചിട്ട് ഒരു 1/2 hour ശേഷം തുറന്ന് നോക്കിയപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. കൂടെ സാലഡും മാങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു പിടി പിടിച്ചു.